എൻജോയബിൾ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ മലയാളം. ഇങ്ങനത്തെ ഒരു സാധനം നമ്മളെപ്പോഴും പറയില്ലോ, വ്യത്യസ്തമായ പടം. ഇതൊരു വ്യത്യസ്തമായ ടീം, വ്യത്യസ്തമായ പടമാണ്. ഇപ്പൊ നമ്മൾ കണ്ട ഷോയിലെല്ലാം ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ ആളുകൾ, പ്രേക്ഷകർ വന്നാൽ മാത്രമാണ് പടത്തിന് ഒരു സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പൊ കൂടുതൽ യൂത്ത് ഇത് കാണാൻ വേണ്ടി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2026 എന്റെ ഫസ്റ്റ് മൂവി റിലീസാണ്. അപ്പോൾ മൂവി നന്നാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എല്ലാവരും വരിക കാണാം. ഇത് ചലഞ്ചിങ് റോൾ ആയിരുന്നല്ലോ. ഏകദേശം ഒരു സ്റ്റോറി മുഴുവൻ കേട്ടിട്ടാണോ ഇങ്ങനെ ഒരു? ഇല്ല, സ്റ്റോറി എബ്രി ഷൈൻ സാറിന്റെ പടത്തിൽ വിളിക്കുമ്പോൾ അങ്ങനെ സ്റ്റോറി മുഴുവൻ അങ്ങനെയൊന്നും ചോദിക്കാറേ ഇല്ല. നമ്മളെ വിളിക്കുമ്പോൾ എപ്പോഴും ആസ് ആൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ടാവും നമുക്ക് ഉറപ്പാണ്. അങ്ങനെയാണ് അതിലേക്ക് പോയതും ചെയ്തതും. അപ്പൊ എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറെ ബഞ്ച് ഓഫ് ആർട്ടിസ്റ്റ്, ടാലന്റഡ് ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആണ്. അപ്പൊ എല്ലാവരും സ്പാ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ചേട്ടാ, ഇപ്പൊ പേര് കേട്ടിട്ടായാലും പലരും തെറ്റിദ്ധരിച്ച് തിയേറ്ററിൽ നകന്നു നിൽക്കുന്നുണ്ട്. പടൽസുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അവരോടൊക്കെ എന്താണ് പറയുള്ളത്? സമൂഹത്തിൽ നടക്കാത്ത കാര്യം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ സ്പായിനെ കുറിച്ചിട്ട് വലിയ ചർച്ചകളാണ്. തിരുവനന്തപുരം നഗരത്തിലൊക്കെ സ്പാ പൂട്ടിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു സ്പായിൽ ഒരു വെടിവെപ്പുണ്ടായി. അപ്പൊ ഈ എന്താണ് സ്പാ എന്ന് പോലും പലർക്കും കൃത്യമായിട്ട് അറിയില്ലാത്ത ആൾക്കാരല്ല. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ്സും കൂടിയാണ് ശരിക്കും പടം കാണാൻ വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. പിന്നെ ഇതൊരു 18+ മൂവിയാണ്. അപ്പൊ ഓഫ്കോഴ്സ് മെച്ചർ ഓഡിയൻസിന് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും മൂവി. പിന്നെ അതൊരു ഹ്യൂമൻ ട്രാക്ക് മൂവിയാണ്. നോട്ട് ലൈക്ക് വെരി സീരിയസോ അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധത അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ഒരു എന്താ പറയാ, വന്ന് എൻജോയബിൾ ആയിട്ട് കണ്ടുപോകാൻ പറ്റിയ മൂവിയാണ്. ഇപ്പൊ അതൊരു ജോക്സ് ഒക്കെ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറയുന്ന പല ജോക്സുകളും ഇതിനകത്ത് വന്നിരിക്കുന്നത് കണ്ടിട്ട് ഇപ്പൊ കുറെ പേരിനോട് ഇതുപോലത്തെ പല എക്സ്പീരിയൻസുകളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്പാ ഓണേഴ്സ് തന്നെ പറഞ്ഞു ഇതുപോലത്തെ കുറെ കേസസ് സ്പായിൽ വരാറുണ്ടെന്ന്. ഇത് ശരിക്ക് ഇപ്പൊ നമ്മള് ആക്ഷൻ ഹീറോ ബിജുവിൽ പോലീസ് സ്റ്റേഷനിലെ കുറെ സംഭവങ്ങളുടെ നേർക്കാഴ്ച കണ്ട പോലെ നമുക്കൊരു സ്പായിൽ നടക്കുന്ന കുറെ സംഭവങ്ങളുടെ നേർക്കാഴ്ച. ഓക്കെ.